ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസും എടുക്കാവുന്നതാണ്. 1.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒരു അരമണിക്കൂർ നമുക്കിത് വെള്ളത്തിൽ കുതിർക്കാൻ ഇടേണ്ടതുണ്ടേ. അപ്പോൾ ചോറ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറിന് ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ വിനാഗിരി. ഇനി നന്നായിട്ട് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സ്പൈസസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ചോറ് റെഡിയാക്കുന്നത്. വെള്ളം ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ കുതിരാൻ വെച്ചിരുന്ന അരിയില്ലേ, അത് നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരി പാകത്തിന് വെന്തിട്ടുണ്ട്. ഏകദേശം 90% വേവായാൽ മതി കേട്ടോ. ഇനി ഈ ചോറ് കോരി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് വേവിച്ച് അതേ പാൻ തന്നെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 വറ്റൽമുളക് നടുകെ കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 പച്ചമുളക് നടുകെ കട്ട് ചെയ്തത്. ഇത്രയും ഇട്ടതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വരുന്നതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, കടലയുടെ കളറെല്ലാം മാറി നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദാ ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കി 10% ചോറിൻ്റെ വേവ് ഈ ഒരു ടൈമിൽ വെന്തോളും കേട്ടോ. ഇപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കോക്കനട്ട് റൈസ് നമുക്ക് ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കറികളൊന്നും ഇല്ലാതെ തന്നെ കോക്കനട്ട് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.